ഏഷ്യ കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇരു ടീമിലും കരുത്തന്മാരുണ്ട്. അതിൽ ആരൊക്കെയാണ് സൂപ്പർ താരങ്ങൾ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യമായി പറയേണ്ടത് പാക് ക്യാപ്റ്റൻ സൽമാൻ ആഗയെ കുറിച്ചാണ്. അദ്ദേഹം 24 T20 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 465 റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട്. അതിൽ 4 ഹാഫ് സെഞ്ചുറി കൂടി അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കരുത്തനായ ബാറ്റ്സ്മാനാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അദ്ദേഹത്തെ നേരിടാൻ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ തന്നെയുണ്ട്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ തന്നെയുണ്ട്, സൂര്യകുമാർ യാദവ്. സൂര്യകുമാർ യാദവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 78 T20 മത്സരങ്ങളിൽ നിന്ന് 2570 റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. അതിൽ 4 സെഞ്ചുറിയും 21 ഹാഫ് സെഞ്ചുറിയും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്തതായി പരിചയപ്പെടേണ്ട 2 താരങ്ങൾ, ഒന്ന് ശുഭ്മാൻ ഗില്ലും ഷഹീൻ അഫ്രീദിയുമാണ്. അദ്ദേഹത്തിൻ്റെ ബൗളിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ T20 മത്സരത്തിൽ, അതായത് 52 T20 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 64 വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. അതിൽ ശുഭ്മാൻ ഗില്ലിനെ ഇറക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തെ നേരിടാൻ ശുഭ്മാൻ ഗില്ലിനെ ഇറക്കിക്കഴിഞ്ഞാൽ അതിൽ പരിശോധിക്കേണ്ടത് 160 T20 മത്സരങ്ങളിൽ നിന്ന് 5121 റൺസ് ശുഭ്മാൻ ഗിൽ അടിച്ച് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ 6 സെഞ്ചുറികളും 32 ഹാഫ് സെഞ്ചുറികളും വരും. അതുകൊണ്ട് എന്തുകൊണ്ടും ഷഹീൻ അഫ്രീദിയെ തകർത്തെറിയാൻ ഇന്ത്യയുടെ പ്രാപ്തൻ അത് ശുഭ്മാൻ ഗിൽ തന്നെയാണ്. അടുത്തതായി പരിശോധിക്കേണ്ടത് പാക് താരം ഫഖർ സമാനെയാണ്. ഓപ്പണർ ബാറ്റ്സ്മാനാണ്. 93 T20 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് 1894 റൺസാണ്. T20 മത്സരങ്ങളിൽ 11 ഹാഫ് സെഞ്ചുറികളും അദ്ദേഹം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 71 T20 മത്സരങ്ങളിൽ നിന്ന് 90 വിക്കറ്റ് സ്വന്തമാക്കിയിട്ടുള്ള ബുംറയാണ് അദ്ദേഹത്തെ എതിരിടാൻ വേണ്ടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കളത്തിലിറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. പല നിർണായക മത്സരങ്ങളിലും ബുംറ തന്നെയാണ് ഇന്ത്യക്ക് കരുത്തായിട്ടുള്ളത് എന്നുള്ളതും ഒഴിച്ചുകൂടാനാകാത്ത ഒരു കാര്യമാണ്. അടുത്തതായി പറയേണ്ടത് സഞ്ജു സാംസണെയും ഹാരിസ് റൌഫിനെയുമാണ്. ഹാരിസ് റൌഫിനെ കുറിച്ച് പറയുമ്പോൾ 89 മത്സരങ്ങളാണ് അദ്ദേഹം T20യിൽ കളിച്ചിട്ടുള്ളത്. അതിൽ 124 വിക്കറ്റ് വീഴ്ത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സഞ്ജുവിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 33 T20 മത്സരങ്ങളിൽ നിന്ന് 594 റൺസാണ് എടുത്തിട്ടുള്ളത്. അതിൽ 3 സെഞ്ചുറിയും അനവധി 50യും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൽ ആരൊക്കെ ഫോമാവും, എത്രയൊക്കെ സ്കോറുകൾ വരും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം.